ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളിങ്ങനെയൊക്കെ യാത്ര തിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമുക്ക് പരിചയമില്ലാത്ത ഒരു നാട്ടിലേക്ക് യാത്ര തിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ ക്ഷമ അങ്ങേറ്റം ഉണ്ടെങ്കിൽ പല കാര്യങ്ങളും മുന്നോട്ട് പോകത്തുള്ളൂ കേട്ടോ. ഈവൻ ഫുഡിന് തന്നെ ഒരു ചായ കുടിക്കാൻ നമ്മൾ ഇറങ്ങിയാൽ അവർ നമ്മുടെ നാട്ടിലെ പോലെ ലൈവ് ചായ എന്ന് വെച്ച് സെറ്റ് ചെയ്തുകൊണ്ടെന്നിരിക്കത്തില്ല. ചായക്ക് പറഞ്ഞാൽ എത്ര ചായ നോക്കിയിട്ട് അവർ ആ ചായ ഇട്ട് കൂർക്കി തിളപ്പിച്ച് വറ്റിച്ച് അവരുടെ സൗകര്യം മീൻസ് ആ ചായ നന്നായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടായിരിക്കും തരുന്നത്. പക്ഷേ നമ്മൾ പറഞ്ഞാൽ മാത്രമേ അത് ചെയ്യത്തുള്ളൂ. റൊട്ടിയും കറിയും അത് ഓർഡർ കൊടുത്താൽ മാത്രമേ അവർ ചെയ്തു തരത്തുള്ളൂ. നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടൊന്നും തരത്തില്ല. അതൊക്കെ നല്ല കാര്യം തന്നെ, മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ചില സന്ദർഭങ്ങളിൽ നമ്മൾ പെട്ടു പോകും കേട്ടോ. പിന്നെ നാഷണൽ ഹൈവേ വഴി പോകുമ്പോൾ ധാബകളാണ് കൂടുതലും. നല്ല റെസ്റ്റോറൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ പോകുന്ന ദിവസങ്ങളെല്ലാം റൊട്ടിയും കറിയും തിന്നേണ്ട ഒരു അവസ്ഥ വരും. റൊട്ടി എങ്ങനെയും കഴിക്കാം കേട്ടോ, കറിയാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. അവരുടെ കടുകോയിലോ ചാറ്റ് മസാലയോ എന്തൊക്കെയോ ആഡ് ചെയ്തിട്ട് വേറൊരു ടേസ്റ്റ് ആട്ടോ. നമുക്കങ്ങോട്ട് സെറ്റ് ആവത്തില്ല. അവർക്ക് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെയാണ് അവർ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അവർക്ക് നമ്മുടെ ടേസ്റ്റും ഇഷ്ടപ്പെടത്തില്ല. അങ്ങനൊരു ചെറിയൊരു ബുദ്ധിമുട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടേ. രാവിലെ ഒന്നും ഈ ധാബകൾ ഒരുപാട് സജീവമായിട്ട് വർക്ക് ചെയ്യത്തില്ല. ഒരു 11 മണിക്കൊക്കെ ശേഷമാണ് അവർ ഓപ്പൺ ചെയ്യുന്നതും. പിന്നെ 11 മണിക്ക് ശേഷമാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യൻസ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നത്. കൂടുതലും ട്രക്ക് ഡ്രൈവേഴ്സാണ് ഈ വഴിയൊക്കെ പോകുന്നത്. അവരൊരു 11 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും കഴിക്കുന്നത്. അതുകൊണ്ട് അധികം രാവിലെയൊന്നും ഈ ധാബകൾ ഓപ്പണായിട്ട് ഉണ്ടാവത്തില്ല. സോ അവേഴ്സ് ആൻഡ് അവേഴ്സ് നമ്മളിങ്ങനെ ധാബകൾ അന്വേഷിച്ച് നടക്കണം കേട്ടോ. ഇപ്പോൾ ഒരു 8 മണിക്കൊക്കെ നോക്കുകയാണെങ്കിൽ 10 മണിക്കെങ്കിലും നമുക്കൊരു ധാബ കണ്ണിൽ പെട്ടാലായി, അവിടെ ഫുഡ് കിട്ടിയാലായി. അതുപോലെ തന്നെ എപ്പോഴും ഉച്ചയ്ക്കൊക്കെ എപ്പോഴും നമുക്ക് ധാബകൾ ഇഷ്ടംപോലെ ഉണ്ടെങ്കിലും എല്ലായിടത്തും ഫുഡും കാര്യങ്ങളൊക്കെ വേണമെന്നില്ല. ഇന്ന് ഞങ്ങളെ വലച്ചത് ഇതൊന്നുമല്ല. ഫുഡും വലച്ചു എപ്പോഴും ഇത് തന്നെയാണ്. 8 മണിക്ക് നമ്മൾ നോക്കും, 10 മണിയാകുമ്പോഴായിരിക്കും കിട്ടുന്നത്. ഉച്ചയ്ക്ക് 3 മണിയാവും. അത് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ളൊരു ആശ്വാസമുണ്ട്. പിന്നെ ഇപ്പോൾ കഴിച്ച് അതിനോടൊക്കെ ഇപ്പോൾ ഒന്ന് ഇഷ്ടപ്പെട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. വലിയ പ്രശ്നമില്ലാതെയൊക്കെ ഞാൻ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ദിവസം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതിനി 10-15 ദിവസമല്ലേ ആയിട്ടുള്ളൂ. 15 ദിവസം കൂടി ഇനി കിടപ്പുണ്ട്. അപ്പം മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ. അങ്ങനെ എവിടെന്നെങ്കിലുമൊക്കെ വെള്ളമൊക്കെ കിട്ടുമെന്നെങ്കിലും ഒരു സമാധാനമുണ്ട്. പക്ഷെ ഇന്ന് വലച്ചത് ഒന്നുമല്ല. ഞങ്ങളിന്ന് സ്റ്റേ എടുക്കാൻ ഡൽഹിയിലാണ് നിന്നത്. പക്ഷേ ഡൽഹിയിൽ വളരെ നേരത്തെ എത്തി കേട്ടോ. ഒരു 3 മണിയൊക്കെ ആയപ്പോഴേ എത്തി. പിന്നെ അത്രയും സമയം കൂടി നമുക്ക് ട്രാവൽ ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട്, കുറച്ചുകൂടെ മുന്നോട്ട് പോകുമല്ലോ എന്ന് കരുതിയിട്ട് ഹരിയാനയിൽ പാനിപ്പട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നമ്മൾ റൂം എടുക്കാൻ തീരുമാനിച്ചു. അവിടെ ഒറ്റ റൂം അവൈലബിൾ ആയിരുന്നില്ല. എന്തോ ഫംഗ്ഷനൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി സൺഡേ ആണോ എന്നറിയില്ല, എന്താണെന്ന് അറിയില്ല, റൂമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ Airbnb വഴി ഒരു ഫ്ലാറ്റ് ബുക്ക് ചെയ്തായിരുന്നു കേട്ടോ. ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് Airbnb വഴി ഒരു ഫ്ലാറ്റ് ബുക്ക് ചെയ്യുന്നത്. അത് ഏറ്റവും വേഴ്സ്റ്റ് തീരുമാനമായിരുന്നു എന്നുള്ളത് ആ ഫ്ലാറ്റ് കണ്ടപ്പോൾ മനസ്സിലായി. 3000 രൂപ കൊടുത്തെടുത്തതാണ്. ഒരു AC ഉണ്ടായിരുന്നില്ല, റൂം വൃത്തി ഉണ്ടായിരുന്നില്ല, ടോയ്ലറ്റ് വൃത്തി ഉണ്ടായിരുന്നില്ല. എന്തും സഹിക്കാം കേട്ടോ. ടോയ്ലറ്റ് വൃത്തിയല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. ഫുൾ വീഡിയോ വേണേൽ യൂട്യൂബിലുണ്ട് കേട്ടോ.